വയനാട് ദുരന്ത ഭൂമിയിൽ ജനകീയ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. സ്ഥലത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പരിശോധന നടത്തും. ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിൽ ജനവാസം സാധ്യമാണോ എന്നറിയാനാണ് പരിശോധന. സൂചിപ്പാറ, പരപ്പൻപാറ എന്നിവിടങ്ങളിലും പരിശോധന തുടരും. ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് തെരച്ചിൽ തുടരുന്നത്. ആർമി, SOG, തണ്ടർബോൾട്ട് തുടങ്ങിയവരും സംഘത്തിലുണ്ട്. അതേസമയം രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി സംയുക്ത ക്യാമ്പ് ഇന്ന് നടക്കും. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, ഏത് തരത്തിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്? ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട പഠനവും ഏത് തരത്തിലാണ്? ഈ ചൂരൽമലയാണ്. ഇന്ന് നമുക്കൊരു ജനകീയ തെരച്ചിൽ എന്ന ഇതിനെ പറയാൻ കഴിയില്ല. കാരണം ഇന്ന് പ്രദേശവാസികൾ ആരും ഈ തെരച്ചിലിന് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. മറ്റു ഫോഴ്സുകൾ മാത്രമാണ് ഇവിടെ തെരച്ചിൽ നടത്തുന്നത്. ഫയർഫോഴ്സ് അംഗങ്ങൾ അടക്കമുള്ളവരുണ്ട്, NDRF സംഘങ്ങളുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ആ തെരച്ചിലിൻ്റെ ആ ഊർജ്ജം ഇന്ന് നിലച്ചിരിക്കുന്നു. ഇവിടെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫയർഫോഴ്സ് അംഗങ്ങളാണ്. അവിടെ തെരച്ചിൽ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. പോലീസുണ്ട്, അതിൽ NDRFിന്റെ കുറച്ച് അംഗങ്ങളുണ്ട്. ഇത്രയും ആളുകൾ മാത്രമാണ് ഈ ഒരു ചൂരൽമല അല്ലെങ്കിൽ മുണ്ടക്കൈ, പിഞ്ചിരിപ്പട്ടം ഭാഗങ്ങളിലടക്കം ആ തെരച്ചിൽ നടത്തുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് ജനകീയ തെരച്ചിൽ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അത്തരത്തിൽ ഒരു ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ സമീപ പ്രദേശവാസികളുടെ ഒരു സാമീപ്യം ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയുവാൻ കഴിയുക. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നത് ജനങ്ങൾ ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്ന സ്ഥലത്ത് അവിടെ പരിശോധന നടത്തുക എന്നുള്ള രീതിയാണ് അവലംബിച്ചിരുന്നത്. അതായത് ഇവർ പറയുന്ന സ്ഥലം അവിടെ ആ പരിശോധന നടത്തുക, ആ രീതിയിലുള്ള പരിശോധനയായിരുന്നു നടന്നിരുന്നത്. എന്തിനാൽ തന്നെയും ഇന്ന് സൂചിപ്പാറ മേഖല കേന്ദ്രീകരിച്ച്, സൂചിപ്പാറ, പരപ്പൻപാറ അത്തരത്തിലുള്ള മേഖല കേന്ദ്രീകരിച്ച പരിശോധന നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇവ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് പരിശോധന നടത്തുക. SOG, തണ്ടർബോൾട്ട്, അതുപോലെ തന്നെ ആർമി അടക്കമുള്ളവർ ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അല്പസമയം മുമ്പാണ് ആർമിയുടെ ഒരു ടീമും അതുപോലെ തന്നെ SOGയുടെ ഒരു ടീമും കൽപ്പറ്റ SKMJ ഗ്രൗണ്ടിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം ഇത്തരത്തിൽ സൂചിപ്പാറയിലേക്ക് ചെന്നിട്ടുള്ളത്. അവർ അവിടെ റെസ്ക്യൂ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം മറ്റൊരു സംഘം കൂടി ഇവിടെ നിന്നും SKMJ ഗ്രൗണ്ടിൽ നിന്നും പുറപ്പെടുമെന്നുള്ളതും നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഈ സൂചിപ്പാറ കേന്ദ്രീകരിച്ച് നിരവധി മൃതദേഹ ഭാഗങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശരീരഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ നിന്നും ഈ ഒരു മൃതദേഹ ഭാഗങ്ങളൊക്കെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള നിഗമനത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത്. ഈ ഒരു പരപ്പൻപാറ, സൂചിപ്പാറ ആ ഒരു മേഖലകളിലൊക്കെ കൃത്യമായ പരിശോധന ഇന്ന് നടത്തുമെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മേഖലകളിൽ, അതായത് ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം മേഖലകളിൽ ഒരു ജനകീയ തെരച്ചിൽ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. മറ്റ് ഫോഴ്സുകൾ മാത്രമാണ് ഇവിടെ തെരച്ചിൽ നടത്തുന്നത്. അതും കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇവിടെ തെരച്ചിൽ നടത്തുന്നത് എന്നുള്ളത് വേണം നമുക്ക് പറയാൻ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു സംഘം ഇവിടെ പരിശോധനയ്ക്ക് വരുന്നുണ്ട്. ഒരു 6 അംഗ സംഘമാണ് ഇവിടെ എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അവരെത്തി ഇവിടെ വാസയോഗ്യമാണോ, ഈ പ്രദേശം വാസയോഗ്യമാണോ എന്നുള്ളത് പരിശോധിക്കും. ഇനിയും മുന്നോട്ട് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കും. മാത്രമല്ല, സർക്കാർ ഏറ്റെടുത്ത ഭൂമി, അതായത് ഇവിടെയുള്ള ആളുകൾക്ക് സർക്കാർ ഏറ്റെടുത്ത ഭൂമി ഏത് തരത്തിൽ വിനിയോഗിക്കാൻ കഴിയുന്നതാണോ എന്നുള്ളതടക്കം പരിശോധിക്കുന്നതാണ്. 19-ാം തീയതി മറ്റൊരു വിദഗ്ധ സംഘം ഇവിടേക്ക് എത്തുന്നത്, കേന്ദ്രത്തിലെ ഒരു വിദഗ്ധ സംഘം ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. അത്തരത്തിൽ വീണ്ടും ഈ ഒരു പഠനമാണ് ഇനി നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരിമിതപ്പെട്ടിരിക്കുന്നു. പ്രദേശവാസികൾ അധികം ആരും തന്നെ ഇവിടേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. മാത്രമല്ല, ഇവരുടെ രേഖകൾ, അതായത് ഈ ഒരു ഭൂമി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ടവരുടെ രേഖകൾ നൽകുവാനുള്ള ഒരു ക്യാമ്പ് ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലടക്കം നടക്കുന്നുണ്ട്. മേപ്പാടി ഹൈസ്കൂളിലുണ്ട്, സെന്റ് ജോസഫ് ഹൈസ്കൂളിലുണ്ട്. ഇവിടങ്ങളിലൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. KP.